നമസ്കാരം. ബൈബിൾ ചരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം കാണുന്നത് പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ നോഹയെക്കുറിച്ചാണ്. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. തുടർന്ന് ഇരുളിൽ നിന്നതിനെ വേർതിരിച്ചു. അടുത്ത ദിവസം ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാക്കി. അതിന് ആകാശം എന്ന് പേരിട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ കടലും കരയും ഹരിതസസ്യങ്ങളും പക്ഷിമൃഗാദികളും സൂര്യനും ചന്ദ്രനും ഭൂമിയിലെ സകലതും അവിടുന്ന് സൃഷ്ടിച്ചു. അവസാനം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് ദൈവം രൂപം നൽകി. ആദി പാപം നിമിത്തം മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. എങ്കിലും മനുഷ്യൻ പെറ്റുപെരുകി ഭൂമിയാകെ കീഴ്പ്പെടുത്തി. ഒപ്പം അവൻ്റെ തിന്മയും വർദ്ധിച്ചു വന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ഒടുവിൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു. മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും പക്ഷിമൃഗാദികളെയും നാമാവിശേഷമാക്കാൻ ദൈവം തയ്യാറായി. ലാമക്കിന്റെ പുത്രനായ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഹീം, ഷാം, യാഫത്ത് എന്നീ 3 പുത്രന്മാരുടെ പിതാവായിരുന്നു നോഹ. രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് മറ്റാരേക്കാളും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മെത്തുശലഹ് ആയിരുന്നു നോഹയുടെ മുത്തച്ഛൻ. ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആദാമിന് ആദ്യത്തെ മകൻ ജനിച്ച് 1046 വർഷങ്ങൾക്ക് ശേഷം 10ാം തലമുറയിൽ നോഹ ജനിച്ചു. ആദം തന്റെ ആദ്യ പുത്രന്റെ ജനനത്തിനു ശേഷം ഏകദേശം 800 വർഷം ജീവിച്ചു. ആദാം മരിച്ചു കഴിഞ്ഞ് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് നോഹ ജനിച്ചത്. ഈ ഘട്ടത്തിൽ ആദാം മുതൽ നോഹ വരെയുള്ള തലമുറകളിൽ ഏകദേശം 8 പേർ വീതം ഒരേ സമയം ജീവിച്ചിരിക്കുമായിരുന്നു. നോഹയുടെ വംശാവലി പരിശോധിക്കുമ്പോൾ ആ തലമുറയിലെ നീതിമാനും കറയറ്റ മനുഷ്യനുമാണ് നോഹ എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നോഹയുടെ കാലത്തെ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അങ്ങേയറ്റം ദുഷ്ടവും അഴിമതി നിറഞ്ഞതുമായിരുന്നു ആ ഘട്ടം. ദൈവത്തിന്റെ സൃഷ്ടപ്രപഞ്ചത്തെ കളങ്കപ്പെടുത്തുകയും വളച്ചൊടിക്കുകയും ചെയ്ത ഒരു വലിയ പൈശാചിക സ്വാധീനം അന്നുണ്ടായിരുന്നു. മാത്രമല്ല, പാപത്തെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളോ സംവിധാനങ്ങളോ അന്ന് പരിമിതമായിരുന്നു. തൽഫലമായി ആളുകൾ സ്വന്തം ദൃഷ്ടിയിൽ എന്താണോ ശരി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. മനുഷ്യരിലധികവും പിശാചുക്കളുടെ സ്വാധീനത്തിന് കീഴിൽ ജീവിക്കുകയും ദൈവത്തിനെതിരായി പാപം ചെയ്യുകയും ചെയ്തു വന്നു. അവിടെയും സേത്ത്, ഹാനോക്ക്, നോഹ എന്നിവരെ പോലുള്ള നീതിമാന്മാർ ഉയർന്നു വന്നിരുന്നു. ഭൂമിയിലൊരു പ്രളയമുണ്ടാക്കി ജീവജാലങ്ങളെ നശിപ്പിക്കാനുള്ള തന്റെ തീരുമാനം ദൈവം നോഹയോട് വെളിപ്പെടുത്തി. ഒപ്പം ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കാനുള്ള നിർദ്ദേശവും നൽകി. പെട്ടകത്തിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചു. പെട്ടകത്തിന്റെ ഘടനയും വെള്ളപ്പൊക്കത്തിന്റെ കാലഗണനയും യഹൂദ ദേവാലയത്തോടും ആരാധനയോടും സാമ്യമുള്ളതാണ്. ഈ പെട്ടകത്തിൽ നോഹയും കുടുംബവും അടങ്ങുന്ന 8 മനുഷ്യരും ഭൂമിയിലെ മറ്റെല്ലാ ജീവികളും ഓരോ ജോഡി വീതവും കയറി രക്ഷപ്പെട്ടു. പേടകത്തിന്റെ വലിപ്പം ഇത്രയധികം ജീവജാലങ്ങളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമാണോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. ഇംഗ്ലീഷിലെ ക്യൂബിറ്റ് എന്ന വാക്കാണ് മലയാളത്തിൽ മുഴം എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. ഒരു ക്യൂബിറ്റ് 25 ഇഞ്ച് ആണെന്നുള്ള പൊതുവായ കണക്കനുസരിച്ച് നോഹയുടെ പേടകത്തിന് 450 അടി നീളവും 75 അടി വീതിയും 45 അടി ഉയരവും ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളിൽ നിന്നും 2 വീതം പെട്ടകത്തിൽ പാർപ്പിക്കുവാൻ സ്ഥലമുണ്ടായിരുന്നു എന്നതും ചിലരുടെയെങ്കിലും സംശയമാണ്. കീടങ്ങൾ, ഈച്ചകൾ, ചിലന്തികൾ, വിവിധ തരം പറക്കുന്ന പ്രാണികൾ,
പല്ലികൾ തുടങ്ങിയവയ്ക്ക് പരിമിതമായ സ്ഥലം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇഴജന്തുക്കൾക്കും വിശാലമായ സ്ഥലം ആവശ്യമായിരുന്നില്ല. പറവീനങ്ങളെ തട്ടിൻപുറങ്ങളിലും തൂക്കിയിട്ടിരിക്കുന്ന കൂടുകളിലും പാർപ്പിക്കുവാൻ കഴിയുമായിരുന്നതുകൊണ്ട് അവയ്ക്ക് പ്രത്യേക സ്ഥലം വേണ്ടി വന്നിരുന്നില്ല. മൃഗങ്ങളെ പാർപ്പിക്കുവാനുള്ള സ്ഥലം ഇന്നത്തെ അളവിൽ ഒരുക്കുകയാണെങ്കിൽ പോലും അവയെ പാർപ്പിക്കുന്നതിനും 382 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സൂക്ഷിക്കുന്നതിനും വേണ്ടുന്ന സ്ഥലം പെട്ടകത്തിലുണ്ട്. UK ആസ്ഥാനമായുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്ട്രിയിലെ ഫിസിക്സ് വിദ്യാർത്ഥികൾ ഈ വലിപ്പമുള്ള ഒരു കപ്പലിന് 70,000 മൃഗങ്ങളുടെ ഭാരം താങ്ങാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. എഞ്ചിനും കപ്പിത്താനുമില്ലാതെ ഒരു വർഷം മുഴുവനും അറിയാതെ വെള്ളത്തിൽ സഞ്ചരിക്കാൻ പാകത്തിന് കൃത്യമായ അനുപാതത്തിലാണ് പേടകത്തിൻ്റെ നിർമ്മാണം എന്നത് ആധുനിക ശാസ്ത്രലോകവും സമ്മതിക്കുന്ന വസ്തുതയാണ്. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തതുമായ മൃഗങ്ങളും പക്ഷികളും ആണും പെണ്ണുമായി നോഹയോടൊപ്പം പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. ജലം ഉയർന്നു പൊങ്ങി. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. പെട്ടകം ജലത്തിന് മുകളിൽ ഒഴുകി നീങ്ങി. പർവ്വതങ്ങൾക്ക് മുകളിലൂടെ ഒഴുകി നടന്നു. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നിശേഷം നശിച്ചു. പെട്ടകത്തിലുള്ളവ ഒഴികെ മറ്റൊന്നും ഭൂമിയിൽ ജീവനോടെ അവശേഷിച്ചില്ല. ഭൂമുഖത്തെ ജീവജാലങ്ങളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും സർവ്വതും ചത്തൊടുങ്ങി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിൽ കയറിയവരും ദൈവകരുണയെ സ്തുതിച്ചു. വെള്ളപ്പൊക്കം 180 ദിവസം നീണ്ടുനിന്നു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇറാന്റെയും അർമേനിയയുടെയും അതിർത്തിക്ക് സമീപം തുർക്കിയുടെ കിഴക്കൻ ഭാഗത്താണ് അറാറത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ടർക്കിഷ് ഭാഷയിൽ അറേഡ എന്നറിയപ്പെടുന്ന അറാറത്ത് പർവ്വതം തുർക്കിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5137 മീറ്റർ ഉയരം അറാറത്തിനുണ്ട്. കിഴക്കൻ തുർക്കിയിൽ ഇറാൻ, അർമേനിയ എന്നിവയുടെ അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അറാറത്ത് ഒരു നിർജീവ അഗ്നിപർവ്വതമാണ്. പെട്ടകം പർവ്വതത്തിൽ ഉറച്ചതിനു ശേഷം 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ പേടകത്തിലെ കിളിവാതിലിലൂടെ ഒരു മലങ്കാക്കയെ തുറന്നുവിട്ടു. വെള്ളം വറ്റുവോളം അതങ്ങുമിങ്ങും പറന്നു നടന്നു. അതിനുശേഷം ഭൂമിയിൽ വെള്ളമിറങ്ങിയോ എന്നറിയാനായി ഒരു പ്രാവിനെ തുറന്നുവിട്ടു. എന്നാൽ കാലുകുത്താൻ ഇടം കാണാതെ അത് തിരിച്ചു വന്നു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവിനെ തുറന്നുവിട്ടു. വൈകുന്നേരമായപ്പോൾ കൊത്തിയെടുത്ത ഒലിവിലയുമായി അത് തിരിച്ചെത്തി. വെള്ളമിറങ്ങി എന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാളിനു ശേഷം വീണ്ടും നോഹ പ്രാവിനെ തുറന്നുവിട്ടു. ഇത്തവണ അത് തിരികെ വന്നില്ല. അങ്ങനെ കർത്താവിൻ്റെ ഉഗ്രകോപത്തിന് അവസാനമായി. നോഹയുടെ ജീവിതത്തിൻ്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്ത് വെള്ളം വറ്റിത്തീർന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടകത്തിലെ മൃഗങ്ങളെല്ലാം നോഹയ്ക്കും പുത്രന്മാർക്കുമൊപ്പം പുറത്തിറങ്ങി. പേടകത്തിന് പുറത്തെത്തിയ നോഹ ആദ്യം ചെയ്തത് കർത്താവിന് ബലിപീഠം നിർമ്മിക്കുക എന്നതായിരുന്നു. തുടർന്ന് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നും ചിലതെടുത്ത് ദഹനബലി അർപ്പിച്ചു. അതിൽ പ്രസാദിച്ച ദൈവം മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിറയാൻ നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചു. രക്തം കൂടാതെ മാംസം ഭക്ഷിക്കുവാൻ അനുവാദം നൽകി. കൂടാതെ ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ തൻ്റെ വില്ല് സ്ഥാപിച്ചു. അതിമനോഹരമായ മഴവില്ല്. ജലപ്രളയത്തിന് ശേഷം നോഹ ഭൂമിയിൽ മുന്തിരിച്ചെടി കൃഷി ചെയ്യാൻ തുടങ്ങി. മദ്യലഹരിയിൽ ഉന്മത്തനായി വിവസ്ത്രനായി കിടക്കുന്ന തന്നെ കണ്ടിട്ടും തൻ്റെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കാതെ സഹോദരങ്ങളെ വിവരമറിയിച്ച ഇളയ മകൻ ഹാമിനെ നോഹ ശപിക്കുന്നുണ്ട്. മറ്റു പുത്രന്മാരായ ഷേം, യാഫത്ത് എന്നിവരെ അദ്ദേഹം അനുഗ്രഹിച്ചു. വിശുദ്ധ ബൈബിൾ നോഹയെ നീതിമാനെന്നും കറയേറ്റ മനുഷ്യനെന്നും വിശേഷിപ്പിക്കുന്നെങ്കിലും സഹജമായ ബലഹീനതകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. മദ്യപാനത്തിന് വശംവദനായി നഗ്നനായി കിടക്കുന്ന നോഹയെ ബൈബിളിൽ കാണുമ്പോൾ മനുഷ്യൻ എത്ര തന്നെ നീതിമാനായിരുന്നാലും
അവൻ പാപത്തിൽ നിന്ന് വിമുക്തനല്ല എന്ന സന്ദേശം ലഭിക്കുന്നു. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ വീണ്ടും 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. ജലപ്രളയത്തിന്റെ കാലയളവ് 371 ദിവസമാണ്. നോഹയുടെ കാലത്ത് ആണ്ടിനെ വിഭജിച്ചിരുന്നത് 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസങ്ങളായാണ്. പുരാതന നാളുകളിൽ ആണ്ടിലെ ആദ്യ മാസം തുടങ്ങിയിരുന്നത് ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസത്തിന്റെ പകുതിയോടെയാണ്. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം പ്രളയം ആരംഭിച്ചു. ഒടുവിൽ നോഹയുടെ ആയുസ്സിന്റെ 601-ാം വർഷം 2-ാം മാസം 27-ാം ദിവസം ഭൂമി ഉണങ്ങി. ഒരു മാസത്തിൽ 30 ദിവസം എന്ന് കണക്കാക്കുമ്പോൾ 371 എന്ന് കിട്ടുന്നു. ബൈബിളിൽ പ്രതിപാദിക്കുന്ന തരത്തിൽ ഒരു ആഗോള പ്രളയത്തെ സമർത്ഥിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമല്ല എന്ന് ശാസ്ത്രകാരന്മാർ പറയുമ്പോഴും ഭൂമിയുടെ നല്ലൊരു ഭാഗം ഇപ്പോഴും വെള്ളത്തിനടിയിൽ ആണ് എന്ന വസ്തുത നാം മറക്കാൻ പാടില്ല. അതെ, ഭൂമിയുടെ 71% സമുദ്രമാണ്. പ്രളയജലം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകുകയാണെങ്കിൽ പല പ്രമുഖ നഗരങ്ങളും ഇനിയും വെള്ളത്തിനടിയിലാകും. മറ്റു ചിലരാകട്ടെ ആഗോള പ്രളയത്തെ പ്രാദേശിക പ്രളയമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിലാക്കി രക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരോട് സുരക്ഷിതമായി മറ്റൊരു പ്രദേശത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ മതിയാകുമല്ലോ. നോഹയുടെയും പെട്ടകത്തിന്റെയും നിജസ്ഥിതി അറിയാനായി ആദ്യകാലം മുതൽ തന്നെ പര്യവേക്ഷകർ ഉത്സുകരായിരുന്നു. AD 275 മുതൽ തന്നെ പെട്ടകത്തിനായുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് നോഹയുടെ പേടകത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ അറാറത്ത് പർവ്വതത്തിൽ നിന്നും കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു. 7 വർഷം മുമ്പ് ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവാഞ്ചലിക്കൽ ഗവേഷക സംഘം അറാറത്തിൽ 13,000 അടി ഉയരത്തിൽ നിന്നും പേടകത്തിൽ സമാനമായ അവശിഷ്ടം കണ്ടെത്തി. കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ 48,000-ഓളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആ അവശിഷ്ടങ്ങൾ എന്നും കണ്ടെത്തി. എന്നാൽ 12,000 അടിയോളം ഉയരമുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന വസ്തുതയെ സാധൂകരിക്കുന്ന തെളിവുകൾ പരിമിതമായിരുന്നതിനാൽ ശാസ്ത്രലോകം ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യം നൽകിയില്ല. 1959-ൽ തുർക്കി സൈന്യത്തിന്റെ ക്യാപ്റ്റനായ ഇൽഹൻ കിഴക്കൻ തുർക്കിയിൽ അറാറത്തിന് 30 മീറ്റർ തെക്കുള്ള ദിറുബിനാറിൽ ബോട്ടിനു സമാനമായ അവശിഷ്ടങ്ങളുണ്ടെന്ന തന്റെ നിഗമനം വെളിപ്പെടുത്തി. തുടർന്നുള്ള പഠനങ്ങൾ അത്യാധുനിക 3D സ്കാനിംഗ് ഗ്രൗണ്ട് പെനിട്രേറ്ററി റഡാറും ഉപയോഗിച്ചാണ് നടത്തിയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന അതേ അളവിലുള്ള ബോട്ടിന്റെ അവശിഷ്ടങ്ങളാണ് ഭൂമിക്കുള്ളിലെന്ന് ഈ പഠനം വ്യക്തമാക്കിയെങ്കിലും തുർക്കി സർക്കാർ സൈനിക മേഖലയിൽ ഉൾപ്പെട്ട ഈ ഭാഗത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതും ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിച്ചതും തുടർ പഠനങ്ങൾക്ക് തിരിച്ചടിയായി. ഭൂമിയിലെ സകല ജീവനെയും നശിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നതിനാലും എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും സെഡിമെന്ററി റോക്ക് അഥവാ അവശിഷ്ട ശിലകൾ സകല ജീവജാലങ്ങളുടെയും ഫോസിലുകൾ അടങ്ങിയിരിക്കുന്നതിനാലും പ്രളയത്തെ വിവരിക്കുന്ന ബൈബിൾ കഥ വെറും കെട്ടുകഥ അല്ലെന്ന് ഉറപ്പിക്കാം. ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ BC 3500-നോടടുത്ത് നടന്ന നോഹയുടെയും ജലപ്രളയത്തിന്റെയും ചരിത്രം ക്രിസ്തുവിനും 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എസെക്കിയേൽ പ്രവാചകൻ, AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുവിന്റെ ശിഷ്യരായ പത്രോസ്, പൗലോസ് എന്നിവരും നോഹയുടെ ചരിത്രം സത്യമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി കർത്താവായ യേശു ക്രിസ്തു സ്വയം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നു കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. പൂർവ്വപിതാക്കളിൽ ഒന്നാമനാണ് നോഹ. സമൂഹമൊന്നാകെ തിന്മയിൽ മുഴുകിയപ്പോഴും നീതിയിൽ ഉറച്ചു നിന്ന നോഹയെ
പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് നീതിയുടെ മുന്നോടി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജലപ്രളയത്തിന് ശേഷമുണ്ടായ സകല മനുഷ്യരും നോഹയുടെ മക്കളാണ്. വിശ്രമം അല്ലെങ്കിൽ ആശ്വാസം എന്നിങ്ങനെയാണ് നോഹ എന്ന പേരിൻ്റെ അർത്ഥം. തൻ്റെ കുടുംബത്തിനോടൊപ്പം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും രക്ഷയായി തീർന്ന നോഹ മാനവ ചരിത്രത്തിലെ തന്നെ അനിഷേധ്യമായ ഒരേടാണ്. മറ്റൊരു ബൈബിൾ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.